ചെർപ്പുളശ്ശേരി നഗരസഭയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യാത്തതിൽ കൗൺസിലിൽ തർക്കം. ഇത് ഭരണസമിതിയുടെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. സാങ്കേതിക പ്രശ്നങ്ങളാണ് തടസ്സമെന്നും പെൻഷൻ മുടക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ പെൻഷന് വേണ്ടി വാദിക്കുന്നത് എന്ന് ഭരണപക്ഷം പറഞ്ഞതോടെ തർക്കമായി. ചെയർപേഴ്സണെ കൺക്ലൂഡ് ചെയ്തോളൂ. നിങ്ങളോട് ഇരിക്കാമെന്ന് നമ്മൾ ആരും പറയുന്നില്ല. അത് നിങ്ങൾ നിൽക്കുക അറിയാൻ പോകുക തീരുമാനമാണ്. അതൊന്നും വിഷയമല്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകർക്ക് അനുമതി നൽകുന്നതിനുള്ള അജണ്ടയിലാണ് തർക്കമുണ്ടായത്. തൊട്ടടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ പെൻഷൻ ഒന്നാം ഘട്ടം വിതരണം നടത്തിയിട്ടും ചെർപ്പുളശ്ശേരിയിലെ 2400ഓളം ഗുണഭോക്താക്കൾക്ക് ഇതുവരെയും പെൻഷൻ നൽകാനായില്ലെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. ഇത് ഭരണസമിതിയുടെ അനാസ്ഥയാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. എന്നാൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് പെൻഷൻ വിതരണം വൈകാൻ കാരണമെന്നും ചില ജീവനക്കാർ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP സമീജും പറഞ്ഞു. ഈ അപേക്ഷ വന്നത് ഏത് രീതിയിലുള്ള ഉദ്യോഗസ്ഥരാണ് നമ്മുടെ നഗരസഭയിൽ കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ജീവനക്കാർക്ക് പല രാഷ്ട്രീയ ആശയങ്ങളും പല മറ്റ് സംഘടനകൾ നേതൃത്വം പ്രവർത്തിക്കുന്ന തൊഴിലാളികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളിയെ ചെർപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതി ഈ രീതിയിൽ ഇന്നേ വരെ നോക്കിക്കണ്ടിട്ടില്ല എന്ന അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൂടി നമ്മൾ ഏറ്റെടുക്കുക, സംശയമല്ല. പക്ഷേ ആ ജീവനക്കാരൻ ഈ സർക്കാർ ഈ ഭരണത്തിൽ നിന്ന് മട്ടുപറിക്കാൻ വേണ്ട രീതിയിൽ നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പെൻഷൻ മുടക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ പെൻഷന് വേണ്ടി വാദിക്കുന്നത് എന്ന് ഭരണപക്ഷം പറഞ്ഞതോടെ തർക്കമായി. സ്ത്രീ സുരക്ഷാ പദ്ധതി ഏവർക്കും കിട്ടുന്നതാണ്. എന്നാൽ സെക്രട്ടറിയുടെ ഡിജിറ്റൽ ഒപ്പ് നൽകാൻ കഴിയാത്തതിലുള്ള സാങ്കേതിക തടസ്സമാണ് പ്രശ്നത്തിന് കാരണമെന്നും ഇക്കാര്യം കഴിഞ്ഞ കൗൺസിലിൽ അറിയിച്ചിരുന്നതായും ചെയർപേഴ്സൺ KT ജംസിയ മറുപടി നൽകി. സെക്രട്ടറിയുടെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് അതിനൊരു സാങ്കേതികമായ ഒരു തടസ്സവും നമ്മൾ വരുത്തിയിട്ടില്ല. അത് ഒരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ളത് എനിക്കെതിരെ വന്ന ഒരു ആരോപണം കൂടി ഞാൻ ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് അപ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് അതിനൊരു തടസ്സം നമ്മൾ വരുത്തിയിട്ടില്ല. നമ്മൾ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി നല്ല കൈ നീട്ടി സ്വീകരിച്ച ഒരു പദ്ധതി തന്നെയാണ്. സംസ്ഥാന സർക്കാർ സ്ത്രീകളെ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഈ സ്ത്രീ സമൂഹത്തിന് നല്ലൊരു പരിഗണന നൽകുന്ന ഈ ഒരു പദ്ധതി നല്ല കൈ നീട്ടി ആഹ്ലാദപരമായി മാതൃകാപരമായി സ്വാഗതം ചെയ്ത നഗരസഭ തന്നെയാണ് ചെർപ്പുളശ്ശേരി നഗരസഭ. അതിലൊരു വ്യത്യാസവും ഇല്ല. പക്ഷെ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞത് നമ്മുടെ തെറ്റുകൊണ്ട് മാത്രമല്ല. ഫസ്റ്റത്തെ ഘട്ടത്തിലേക്ക് അതിലേക്ക് ഒരു ഡിജിറ്റൽ സൈൻ ഇടേണ്ട, അല്ലാതെ ഞാനല്ല അത് ഓതറൈസ് ചെയ്ത് വിടേണ്ട കാര്യം ഉണ്ടായിരുന്നത്. അത് സെക്രട്ടറി ആയിരുന്നു ചെയ്യേണ്ടത്. ആ സെക്രട്ടറി അന്നൊരു വയ്യാന്റെ ഒരു അസുഖം മൂലം 2-3 ദിവസം ലീവ് എടുത്തു. അതിൽ ആ ഡിജിറ്റൽ സൈൻ ചെയ്യാൻ വൈകിയത് അതുകൂടെ പബ്ലിക്കായിട്ട് നിങ്ങളോട് പറഞ്ഞതാണ്. ഇതോടെ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്താണ് കുഴപ്പമെന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നോട്ടീസ് കൊണ്ട് നടപടിയെടുക്കാണ് തീരുമാനം. മാത്രമല്ല ഇവിടെ സെക്രട്ടറി കൃത്യമായിട്ട് ക്ഷമാപണം നടത്തി. ആ ക്ഷമാപണം നടത്തിയതുകൊണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ പോകാൻ വഴിക്ക് അത് കഴിഞ്ഞ സ്ത്രീ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് പ്രതിപക്ഷം അവശ്യവിവാദം ഉണ്ടാക്കുകയാണെന്ന് ഭരണപക്ഷ കൗൺസിലർ സച്ചിദാനന്ദൻ പറഞ്ഞു. ഈ സ്ത്രീകൾക്ക് 1000 രൂപ അപേക്ഷ വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ നടത്തിയ ഒരു പരാമർശം. ഈ ആളുകൾ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? 1000 രൂപ സുബീഷ് 1000 രൂപ നൽകും എന്ന് പറഞ്ഞു. ഇടതുപക്ഷ സർക്കാർ 1000 രൂപ കൊടുത്തു തുടങ്ങി. അതിൽ ചെർപ്പശ്ശേരി നഗരസഭയ്ക്ക് പറ്റിയത് കഴിഞ്ഞ കൗൺസിലിൽ ബഹുമാനപ്പെട്ട സെക്രട്ടറി കൃത്യമായി പറഞ്ഞതിന് വീഡിയോ കൂടി ഈ മാധ്യമം എടുക്കാൻ തരും. എന്താണ് പറഞ്ഞതെങ്കിൽ സെക്രട്ടറിയുടെ ഡിജിറ്റൽ സൈൻ ഒഴുകിയതിന്റെ കാരണം നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ചെർപ്പശ്ശേരി നഗരസഭ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഓഫീസിലടക്കം നമ്മൾ ബന്ധപ്പെട്ടു. സെക്കൻഡ് അലോട്ട്മെന്റ് വരും ദിവസങ്ങളിൽ വരികയാണ്. ചെർപ്പുളശ്ശേരിയിലെ എല്ലാ എല്ലാ സഹോദരിമാർക്കും എല്ലാ അമ്മമാർക്കും എല്ലാം ഈ പെൻഷൻ അപേക്ഷിച്ച് അപ്രൂവലായ എല്ലാവർക്കും വരും ദിവസങ്ങളിൽ അക്കൗണ്ടിൽ പണമെത്തും. 4 അജണ്ടകളാണ് വ്യാഴാഴ്ച ചേർന്ന കൗൺസിലിൽ ചർച്ച ചെയ്തത്. CCN ചെർപ്പുളശ്ശേരി.